എന്തിനാവുന്ന ആ ചെക്കനിട്ട് ഇങ്ങനെ ഉപദ്രവിക്കുന്നു? ഓൻ ഒരലിമ്പി നിന്നിട്ട് മണ്ടിയാല് നമ്മൾ ഓനെ പിടിക്കൂലെന്ന് അവന്റെ വിചാരം. നീ എന്തിനാടാ കൊച്ചിനെ പോലും നീട്ട് പാടാൻ പോയത്? ഓടെ ചൊപ്പറക്കണ എനക്ക് വല്ല അറിയോ? ഇവിടെ മൊയിലാര് മുക്കറി അവസാനം കാത്തിരിക്കാം കിട്ടുക നമുക്ക്. ചെക്കനക്ക് വയസ്സ് 10-12. ഇപ്പോഴല്ലാണ്ട് എപ്പോഴാണോ അവന്റെ സുന്നത്തിലാണ് നമ്മൾ കഴിക്കുന്നത്? ഓ അത് ശരി. ഗോപി, നിന്റെ ഈ കൊമ്പ് ഞാൻ ഉഴിഞ്ഞുഴിഞ്ഞ് വലുതാക്കി. ഒരു 12 കൊല്ലം കൊണ്ട് നല്ല മുഴുപ്പും ഭംഗിയുമുള്ള 2 കൊമ്പുകളായി തീരുന്നു. ആനയ്ക്ക് അലങ്കാരം കൊമ്പാ മോനെ. പക്ഷെ ഒരു കാര്യം ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞേ, ഈ കൊമ്പിൽ നീ ചോര വരളാൻ അനുവദിക്കരുത്. നീ എന്നെ ചതിക്കരുത് ഗോപി. ആ കണിയാൻ എങ്ങനെ പറഞ്ഞോ ശങ്കര? അയാൾക്ക് തലയ്ക്ക് സ്ഥിരോതില്ലാത്തതുകൊണ്ടായിരിക്കും തിരുമേനി. അതത്ര കാര്യാക്കാനൊന്നുമില്ല നമ്പൂരി. നമ്പൂരി ഒന്നുകൊണ്ടും വിഷമിക്കാം. വേറും ഒരു ശങ്ക കണ്ടായാലും കാട്ടിപ്പറിച്ച് തന്നെ വരുത്തി ഒരു പ്രശ്നം എത്തിക്കളയാം. എന്താ അവിടത്തേക്ക് അഹിതം ഒന്നും തോന്നരുത്. അതിന്റെ ഒന്നും ഒരാവശ്യമില്ല. ഗോപി നമ്മളെ ചതിക്കില്ല, എന്നെ ചതിക്കില്ല. ശങ്കരന്റെ വിശ്വാസ പ്രധാനം. എന്നാലും സൂക്ഷിച്ചോളുണ്ടോ കേട്ടോ. ശാസനെ സേവിച്ചവനാ ആ കണിയാനെ. സൂക്ഷിക്കണം. ഒരു വൃത്തം കിട്ടവനെ ഈ പറമ്പിൽ കിടന്നു നിന്നെ കൊതിയാ കുടിച്ചു. സ്വപ്നത്തിൽ കണ്ടത് സത്യമാകുമോ നീലി? പിന്നെ തമ്പുരാട്ടി, ഞാനൊരു ദിവസം എന്റെ അപ്പനെ പാമ്പ് കുത്തിയെന്ന് സ്വപ്നം കണ്ടു. അതിന്റെ പിറ്റേന്നല്ലേ എന്റെ അപ്പനെ പാമ്പ് കുത്തിയത്. പിന്നെ അസലായിട്ടുണ്ട്. ഞമ്മള് ചാത്തം കൊന്ന വരണത്. പിന്നെ കണിയാര് പറഞ്ഞ് കേട്ടാ? എന്താ? മനക്കര ഗോപി കൊല്ലാൻ പോണത് ആരൊക്കെയാണെന്ന് കണിയാര് പറഞ്ഞു. ഒന്നും നീ, ഒന്നിന്റെ തള്ള, ഒന്നിന്റെ തന്ത. ചത്തോ ഞമ്മക്കെന്താ? ആ ആനയുടെ തുമ്പിക്കൈയില് ഒരു എറുമ്പ് പോയാ മതി. എന്നാൽ എന്താ നീ? ആന ചാവും. ആനക്കാരന്റെ മോളായിട്ട് തമ്പ്രാട്ടിക്ക് അറിഞ്ഞൂടെ? നേരെ ഒരുപാടായി. അമ്മ കാത്തിരിക്കും. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം.
പെട്ടെന്ന് കളപ്പോ നാശത്തെ ഒരു ചൂടുള്ള ചായ വേണമെങ്കിൽ കുടിച്ചിട്ട് പോയിക്കോളി. പഞ്ചാര അറിയാമല്ലോ. ഞമ്മക്കറിയാം ഒരു കമ്പനി ഉണ്ടെന്ന്. ആ പിന്നെ എന്തൊക്കെയുണ്ട് ഇതിലെ വിശേഷം? ആ വരി നായരെ ഒന്നും പറയണ്ട. ഷെയ്പ്പുള്ളോന്റെ തലയിലേക്ക്. നിങ്ങൾ ഈ കയ്യും കാലും സുഖമില്ലാതെ എന്തിനാ വെറുതെ ഈ കടയിൽ വന്നിരിക്കണേ? ഒരിടത്ത് അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കാൻ പാടില്ലേ? കച്ചവടം മോഹമ്മദ് നോക്കിക്കൊള്ളൂല്ലേ? ആരും നോക്കിയാൽ എന്താന്ന്. എന്നാലും നോക്കി ഇതുകൊണ്ടൊന്നും ഒരു ഗുണമില്ലേട്ടാ. പിന്നെ മുമ്പൊരാള് പറഞ്ഞ ഒരു ബിസിനസ് ഉണ്ട്, ഫോർജി. അതുകൊണ്ട് വല്ല ഗുണമുണ്ടോന്ന് നോക്കണം. ഫൊർജിനോ? ഓ അതെന്താണ് ഫൊർജിൻ? ആ ഈ ഇന്ത്യക്ക് പുറത്തുള്ള ഷർട്ടിങ്ങും മുണ്ടിങ്ങും മാച്ചിങ്ങും ഒക്കെ ഇല്ലേ, അത് ചെയ്തു നോക്കിയാൽ എന്താണ് വല്ല ഗുണമുണ്ടോന്ന് നോക്കണം. ആ എന്തെങ്കിലും ചെയ്ത് നീ കുടുംബം പുലർത്താൻ നോക്ക്. നിന്റെ താഴെ മുകളിലുമായിട്ട് 7 പെങ്ങന്മാരാ. നീ വേണം അതുങ്ങളെയൊക്കെ സംരക്ഷിക്കാൻ. തള്ളയ്ക്കും തന്തയ്ക്കും സുഖമില്ലാത്ത വിവരം നിനക്ക് അറിഞ്ഞൂടെ? നല്ലോണം പറഞ്ഞു കൊടുക്കും. മുരിങ്ങക്കായക്ക് വന്ന മൂപ്പരി ചാദിച്ചതെന്റെ മൂത്തി പിരാതിരാലെ പെറ്റ് ഞാനൊന്ന്. മുരിങ്ങക്കായക്ക് വന്ന മൂപ്പരി ചാദിച്ചതെന്റെ മൂത്തി പിരാതിരാലെ പെറ്റ് ഞാനൊന്ന്. മലർന്നു ഞാൻ കിടക്കൂല, മനം വിട്ടിട്ടൊരങ്ങൂല, മറ്റൊരാള് പറഞ്ഞതും കടി മാക്ക് കേൾക്കൂല. ചെറ്റൊന്നും മുണ്ടാണ്ടിരിക്കുന്നുണ്ട. പാദം പിടിച്ചോലെ മുണ്ടാണ്ടിരുന്നോളെ ഇവിടെ. എന്താ ഭാര്യയും ഭർത്താവും തമ്മിലൊരു വഴക്ക്? ആ നമ്മുടെ വിയാന്ന് വെച്ചോളി. ഇനി എപ്പോഴാണാവോ പത്തിരിച്ചട്ടിയും തല്ലി പൊട്ടിച്ചു പോകുന്നത്? കാണണക്ക് തള്ളേനെ പുറത്തേക്കൊന്നും അയക്കരുത് മുഹമ്മദ്. ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നാ കണ്ടിരിക്കണതാ ലോകം. ചൊക്കറയാണ് ആർക്കാണ് ഭ്രാന്ത്? ഞാൻ സിത്താച്ചു വീട്ടിലേക്ക് ചെല്ലേ. 6-7 പെമ്പിള്ളേരല്ലേ പെര നിറഞ്ഞു നിൽക്കണത്. തലയിലേത്ത് മുടി കളഞ്ഞാ പൊggോ ശങ്കരൻ നായരെ. ഒന്ന് പോ എന്റെ പൊന്നുമ്മ. പാദം പിടിച്ചോണ്ട് പോനെ നോക്കിക്ക. നമ്മൾ 12 വയസ്സ്. നീ വിഷമിക്കണ്ട മോനെ. നമ്മളിതൊക്കെ കുറെ കണ്ടതാ. ആയിരിക്കട്ടെ, നമ്മുടെ കാന്താരിയെ കാളയിൽ അയക്കണ്ട. ആരെ അമ്മാളൂനെ കാളയിൽ അയക്കാൻ പണം വേണ്ടേ മോനെ?